ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നെടുക്കാൻ പോകുന്ന പാഠം കെമിസ്ട്രിയിലെ 7ാമത്തെ ലെസണില്ലേ, കെമിക്കൽ റിയാക്ഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. അതിനകത്ത് ഒരു 5 ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ആ റിയാക്ഷനാണ് ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത് വരുന്ന റിയാക്ഷനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. പിന്നെ വരുന്ന അഡീഷൻ റിയാക്ഷൻ വരുന്നുണ്ട്, പോളിമറൈസേഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ തെർമൽ ക്രാക്കിംഗ് വരുന്നുണ്ട്, പിന്നെ വരുന്നത് കമ്പസ്റ്റൻ ആണ്. ഇങ്ങനെ 5 റിയാക്ഷൻസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ റിയാക്ഷനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കളിക്കുമ്പോൾ, ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ, അതുപോലെ ഏത് ഗെയിമിലാണെങ്കിലും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടാവാറുണ്ട്. എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടാവാറ്? നമുക്കറിയാം, ഇപ്പം ഇതാണ് ഗ്രൗണ്ട് എന്ന് വിചാരിക്കുക. ഇതാണ് ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടിനകത്ത് ഇപ്പം 6 കളിക്കാരുണ്ട്. ഓക്കെ, 2 കളിക്കാർ എവിടെയുണ്ട്? പുറത്തുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒരാൾക്ക് പരിക്ക് പറ്റി. ഇപ്പം ഇയാൾക്ക് പരിക്ക് പറ്റിയെന്ന് വിചാരിക്കുക. പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇയാളെ പുറത്ത് കറക്കും നമ്മൾ, അല്ലേ? എന്നിട്ട് പുറത്ത് നിൽക്കുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ നമ്മൾ എന്ത് ചെയ്യും? ഇയാൾക്ക് പകരമായിട്ട് കളിപ്പിക്കാറുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കേസല്ലേ. അതേപോലത്തെ ഒരു സെയിം ആയിട്ടുള്ള റിയാക്ഷനാണ് ഏതിനകത്ത് നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനകത്ത് പഠിക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ നോക്കിയേ, ഈ കാർബണിൻ്റെ കൂടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജനുകളുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, ഇവിടെ കളിക്കുന്നവരാണ് ആര്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. കളിക്കുന്ന പ്ലെയേഴ്സാണ് ആര്? ഹൈഡ്രജൻ. ഈ 4 പേരും എന്താണ്? ഹൈഡ്രജനൊക്കെ ഈ 4 പേരും കളിക്കുന്നവരാണ്, ഗ്രൗണ്ടിൽ കളിക്കുന്നവരാണ്. ഇവർ 2 പേരുമാണ് ആര്? സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഇവർ 2 പേരുമാണ് ആര്? സബ്സ്റ്റിറ്റ്യൂട്ടുകൾ. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷൻ നടക്കുന്നത്, ഇതിൻ്റെ പേര് നിങ്ങൾക്കറിയാലോ. ഒരു കാർബണും 4 ഹൈഡ്രജൻ വരുമ്പോൾ എല്ലാം സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ പേരെന്താ? ഒരു കാർബൺ ആണെങ്കിൽ മെത്ത്, അല്ലേ? എല്ലാം സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ പേരിൻ്റെ അവസാനം ANE ചേർക്കണം. എന്താണ് പേരിൻ്റെ അവസാനം? AN. അപ്പോൾ മീതെയിൻ എന്നാണ് ഇതിൻ്റെ പേര്, അല്ലേ? ഇതിൻ്റെ കൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടുകളായിട്ട് ക്ലോറിൻ ആറ്റങ്ങളാണ്. ഇത് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ റിയാക്ഷൻ നടക്കുമ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഉണ്ടായിരുന്ന ഹൈഡ്രജൻ കണ്ട, ഇവിടെ ഉണ്ടായിരുന്ന ഹൈഡ്രജൻ എങ്ങോട്ട് പോയി? പുറത്തേക്ക് പോയി. ഇവിടെ ഉണ്ടായിരുന്ന ഹൈഡ്രജൻ എങ്ങോട്ട് പോയി? പുറത്തേക്ക് പോയി. ഈ 2 ക്ലോറിൻ ആറ്റത്തിൽ നിന്ന് ഒരു ക്ലോറിൻ എന്ത് ചെയ്ത് ഈ ഹൈഡ്രജന് പകരമായിട്ട് വന്നു. ഓക്കെ, ക്ലിയർ ആണോ? സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല ഇവിടെ നടന്നത്. ഹൈഡ്രജന് പകരം ആര് വന്ന്? ക്ലോറിൻ വന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ കാർബണിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 4 ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, അല്ലേ? അതിൽ സ്ഥാനത്ത് ആര് വന്ന്? ഈ ഹൈഡ്രജൻ്റെ സ്ഥാനത്താണ് ആര് വന്നത്? ക്ലോറിൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ക്ലോറിൻ കൊടുത്തു. ബാക്കി 3 ആളുകളും 3 ഹൈഡ്രജനും അതേപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. പ്ലസ് ഇവിടെ 2 ക്ലോറിൻ ആയിരുന്നു, പക്ഷേ ഈ ക്ലോറിന് പകരം ഇപ്പോൾ ഇവിടെ ആര് വന്നു? ഹൈഡ്രജൻ വന്നു. ക്ലിയർ ആണല്ലോ? ഇതിനെ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാം? ചുരുക്ക രൂപത്തിൽ എഴുതാം. എങ്ങനെയാണ് ചുരുക്ക രൂപത്തിൽ എഴുതാം? ഇവിടെ കാർബൺ ഒരെണ്ണം ഉണ്ട്, ഒരു കാർബൺ ഉണ്ട്. അതുപോലെ തന്നെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ CH4 പ്ലസ് 2 ക്ലോറിൻ അല്ലേ? അപ്പോൾ Cl2. ഇവിടെ എന്തിന്റെ പ്രസൻസിലാണ് നടക്കുന്നത്? സൺലൈറ്റിന്റെ പ്രസൻസിലാണ് നടക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയേ, ഈ കാർബണിന്റെ കൂടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ. അപ്പോൾ CH3, പിന്നെ ഒരു ക്ലോറിൻ ആറ്റം ഉണ്ട്, അല്ലേ? Cl പ്ലസ് HCl. ഇതിന്റെ പേര് എന്താണ് പറയാ? ഇതിന്റെ പേര് പറഞ്ഞേ. ഒരു ക്ലോറിൻ ആണ്, അല്ലേ? ഒരു ക്ലോറിൻ ആറ്റം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെങ്ങനെ എഴുതണ്ട? ക്ലോറോ മീതെയിൻ. ഒരു കാർബൺ അല്ലേ? അപ്പൊ മെത്ത്. എല്ലാ ബോണ്ടും സിംഗിൾ ബോണ്ട് അല്ലേ? അപ്പൊ പേരിന്റെ അവസാനം എന്താണ് വരാ? ANE. അപ്പൊ ക്ലോറോ മീതെയിൻ. ഇനിയും ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കൂലേ? ഇനിയും നടക്കും സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇനി ഈ പ്രൊഡക്റ്റിന് തന്നെ വീണ്ടും എന്ത് നടക്കുന്നുണ്ട്? ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ഈ പറയുന്ന ക്ലോറോ മീതെയിൻ്റെ കൂടെ വീണ്ടും 2 ക്ലോറിൻ ആറ്റം എന്ത് ചെയ്യുന്നുണ്ട്? റിയാക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ ഹൈഡ്രജൻ പോയിട്ട് അവിടെ ആര് വരും? ഒരു ക്ലോറിൻ വരും. ഈ ഹൈഡ്രജൻ പോയിട്ട് പകരം അവിടെ ആര് വരും? ഒരു ക്ലോറിൻ വരും. അപ്പോൾ എന്ത് വരും? ഈ 2 ഹൈഡ്രജൻ അവിടെ തന്നെയുണ്ട്. ഈ ക്ലോറിൻ ആദ്യം ഉണ്ടായിരുന്ന ക്ലോറിനാണ്. ഇപ്പോൾ വന്ന ക്ലോറിനാണ് ഇത്? Cl എന്ന് പറയുന്നത്. ഇപ്പോൾ വന്ന ക്ലോറിനാണ് ഇത്? ഈ Cl. ഇവിടെ എന്ത് വന്നു? HCl. മനസ്സിലായില്ലേ മക്കളെ? ഈ ഹൈഡ്രജൻ ആണ് എങ്ങോട്ട് പോയത്? ഈ ക്ലോറിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ഈ ക്ലോറിൻ പകരമായിട്ട് എന്ത് ചെയ്തു? ഈ ഹൈഡ്രജൻ്റെ പൊസിഷനിലേക്ക് വന്നു. ഈ ക്ലോറിൻ നേരത്തെ ഉണ്ടായിരുന്നതാണ്, ഈ പ്രൊഡക്റ്റ് ആണത്. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മൾ ഇത് എഴുതുമ്പോൾ എന്താണ്? 2 ക്ലോറിൻ വന്നു. ഈ 2 ഹൈഡ്രജൻ അതേപോലെ തന്നെ എഴുതുക. പ്ലസ് എന്താണ്? ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് വന്നില്ലേ? അപ്പോൾ HCl. അപ്പോൾ ഇതെല്ലാം നടക്കുന്നത് സൺലൈറ്റിൻ്റെ പ്രസൻസിലാണ്.
ഇവിടെ 2 ക്ലോറിൻ വന്നു 2 ക്ലോറിനാണ് വന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിനെന്തെന്ന് വിളിക്കും? ഡൈക്ലോറോ മീതെയിൻ. ഇതിന്റെ ചുരുക്ക രൂപമാണ് ഞാൻ ഈ താഴെ എഴുതിയിരിക്കുന്നത്. CH3Cl+Cl2. ഓക്കെ, 2 ക്ലോറിൻ അല്ലേ, Cl2 സൺലൈറ്റ്. ഇവിടെ എന്താണ്? ഈ കാർബണിന്റെ കൂടെ 2 ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ CH2, പിന്നെ ആരാണ്? Cl2 + HCl. ഇതേപോലെ ഇതെന്താണ്? ഈ പറയുന്ന എല്ലാ ഹൈഡ്രജന്റെ ഭാഗത്തും ക്ലോറിൻ ആകുന്നത് വരെയും എന്ത് നടക്കും? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കും. അപ്പൊ ഇനി നമുക്കൊന്ന് വെറുതെ എല്ലാ സ്റ്റേജുകളും നോക്കാം. ഇനി ഈ പ്രൊഡക്റ്റിനെ വീണ്ടും ക്ലോറിൻ ആറ്റവുമായിട്ട് റിയാക്ഷൻ ചെയ്യാണ്, കണ്ടാ? അപ്പൊ റിയാക്ഷൻ ചെയ്തു, വീണ്ടും 3 ക്ലോറിനായി ഇവിടെ അല്ലേ, 3 ക്ലോറിനായി, ഒരു ഹൈഡ്രജൻ മാത്രമായി HCl. 3 ക്ലോറിൻ വരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ട്രൈക്ലോറോമീതെയിൻ. ഈ ട്രൈക്ലോറോമീതെയിന്റെ മറ്റൊരു പേരാണ് ക്ലോറോഫോം കേട്ടിട്ടില്ലേ? നമ്മൾ ഈ ബോധം കെടുത്താനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് ക്ലോറോഫോം അല്ലേ. അതുപോലെ വീണ്ടും ഈ പ്രൊഡക്റ്റിനെ വീണ്ടും 2 ക്ലോറിൻ ആറ്റമായിട്ട് എന്ത് ചെയ്യാണ്? ക്ലോറിനായിട്ട് റിയാക്ഷൻ നടത്താണ്. അപ്പൊ നോക്കിയാൽ എല്ലാ സ്ഥലത്തും ആര് വന്നു? ഇപ്പൊ ക്ലോറിൻ വന്നു. ഈ കാർബണിന്റെ എല്ലാ സ്ഥലത്തും ഹൈഡ്രജൻ പോയി ക്ലോറിൻ മാത്രമായി. അപ്പൊ നമ്മൾ അതിനെന്തെന്ന് എഴുതാ? CCl4 എന്നാണ് ചുരുക്ക രൂപത്തിൽ എഴുതാ, CCl4. ഇത് നമ്മൾ പറയുന്ന പേരാണ് ടെട്രാക്ലോറോമീതെയിൻ എന്നാണ്. അപ്പൊ മനസ്സിലായ? ഈ റിയാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പൊ ഇതിന് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്: എ റിയാക്ഷൻ ഇൻ വിച്ച് an atom or group in a compound is replaced by another atom or group. അല്ലേ, ഏതെങ്കിലും ഗ്രൂപ്പിനോ ആറ്റത്തിനോ റീപ്ലേസ് ചെയ്തിട്ട് പകരം അവിടെ എന്ത് സംഭവിക്കുന്നു? വേറൊരു ആറ്റമോ ഗ്രൂപ്പോ വരുന്നു. മനസ്സിലായ? ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അടുത്തതാണ് അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട്, അത് പറയുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. അൺസാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് വരുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുക. സിംഗിൾ ബോണ്ട് ആയിട്ടുള്ള കോമ്പൗണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്. ശ്രദ്ധിക്കണം, അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട്, സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് റിയാക്ട് വിത്ത് അതർ മോളിക്യൂൾ. ഈ പറയുന്ന അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സുകൾ മറ്റുള്ള മോളിക്യൂളുമായിട്ട് പ്രവർത്തിച്ചിട്ട് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആയിട്ട് മാറുന്നു. അതായത് ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഉള്ളവർ വേറെ ആരെങ്കിലുമായിട്ട് റിയാക്ഷൻ നടന്നിട്ട് എന്തായിട്ട് മാറുന്നു? ഒരു സിംഗിൾ ബോണ്ട് ആയിട്ടുള്ള കോമ്പൗണ്ട് ആയിട്ട് മാറുന്നു. എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കിയാൽ CH ട്രിപ്പിൾ ബോണ്ട് CH, ഇവിടെ അൺസാച്ചുറേറ്റഡ് അല്ലേ, ട്രിപ്പിൾ ബോണ്ട് വന്നു, അതുകൊണ്ട് ഇത് അൺസാച്ചുറേറ്റഡ് ആണ് അല്ലേ. ഇത് ആരുമായിട്ട് റിയാക്ഷൻ ചെയ്യുന്നത്? ഹൈഡ്രജൻ മോളിക്യൂളുമായിട്ടാണ് റിയാക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ച്? ഈ ട്രിപ്പിൾ ബോണ്ട് എന്നുള്ളത് എന്തായിട്ട് മാറി? ഡബിൾ ബോണ്ടായിട്ട് മാറി. ഈ ട്രിപ്പിൾ ബോണ്ട് എന്നുള്ളത് എന്തായിട്ട് മാറി? ഡബിൾ ബോണ്ടായിട്ട് മാറി. അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2 അല്ലേ. വീണ്ടും ഈ പറയുന്ന അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആരുമായിട്ട് റിയാക്ഷൻ ചെയ്യുന്നു? ഹൈഡ്രജൻ മോളിക്യൂളുമായിട്ട് റിയാക്ഷൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഡബിൾ ബോണ്ട് ഉള്ളത് എന്തായിട്ട് മാറി? വീണ്ടും സിംഗിൾ ബോണ്ടായിട്ട് മാറി. ക്ലിയർ ആണോ? അപ്പം ഈ നമുക്കറിയാം ഇത് ട്രിപ്പിൾ ബോണ്ട് ആയിരുന്നു അല്ലേ, അൺസാച്ചുറേറ്റഡ് ആയിരുന്നു. ഇത് ആദ്യമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഒരു മോളിക്യൂൾ, ഹൈഡ്രജൻ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ എന്തായിട്ട് മാറും? അത് ഡബിൾ ബോണ്ടായിട്ട് മാറും. വീണ്ടും ഈ ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് വീണ്ടും ആരായിട്ട്? ഹൈഡ്രജൻ മോളിക്യൂളായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ എന്തായിട്ട് മാറുന്നത്? സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് ആയിട്ട് മാറി. മനസ്സിലായ? അതന്നല്ലേ ഇവിടെയും പറയുന്നത്. അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആയിട്ട് മാറുന്നു അല്ലേ. ഈ റിയാക്ഷനെയാണ് നമ്മൾ വിളിക്കുക അഡീഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുക. ക്ലിയർ ആണോ? അപ്പോൾ ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് ഡബിൾ ബോണ്ടായി, വീണ്ടും ഡബിൾ ബോണ്ട് ഉള്ളത് ഹൈഡ്രജൻ മോളിക്യൂളായിട്ട് റിയാക്ട് ചെയ്ത് സിംഗിൾ ബോണ്ടായി. ക്ലിയർ ആണോ? ഇങ്ങനത്തെ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? അഡീഷൻ റിയാക്ഷൻ. അപ്പോൾ അഡീഷൻ റിയാക്ഷൻ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ട്രിപ്പിൾ ബോണ്ട് എന്തായിട്ട് മാറും? ഡബിൾ ബോണ്ട് ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ ഇവിടെ ബോണ്ട് 3 എണ്ണം, ഇവിടെ വന്നപ്പോൾ ബോണ്ട് 2 എണ്ണം. ഇവിടെ നോക്കിയാൽ ബോണ്ട് 2 എണ്ണമായി, ഇവിടെ വന്നപ്പോൾ എന്തായി? ബോണ്ട് 1 എണ്ണമായി. ബോണ്ട് കുറഞ്ഞു വരാണ് അല്ലേ. അങ്ങനെ കുറയുന്ന റിയാക്ഷൻ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചു അതെന്ത് റിയാക്ഷനാണ്? അഡീഷൻ റിയാക്ഷൻ ആണ്. ഓക്കെ, അടുത്തതാണ് പോളിമറൈസേഷൻ കേട്ടോ. എന്താണ് പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ? ലാർജ് നമ്പർ ഓഫ് സിമ്പിൾ മോളിക്യൂൾ കമ്പൈൻ ടു ഫോം കോംപ്ലക്സ് മോളിക്യൂൾ. അതായത് കുറേ കുഞ്ഞു സിമ്പിളായിട്ടുള്ള മോളിക്യൂൾ കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നു? ഒരു കോംപ്ലക്സ് മോളിക്യൂളായിട്ട് മാറുന്നു. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഒരു മാല കണ്ടിട്ടില്ലേ? ഒരു മുത്തുമാലയാണെങ്കിൽ
ഒരുപാട് കുഞ്ഞു കുഞ്ഞു മുത്തുകൾ കൂടി ചേർന്നിട്ടാണ് ആ മുത്തുമാലയായിട്ട് മാറുന്നത്. അതേപോലെ തന്നെയാണ് ഒരു സിമ്പിളായിട്ടുള്ള മോളിക്യൂളുകൾ കുറേ കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നു, ഒരു കോംപ്ലക്സ് മോളിക്യൂളായിട്ട് മാറുന്നു. അപ്പോൾ പോളിമറൈസേഷൻ റിയാക്ഷൻ നമുക്ക് എങ്ങനെ മനസ്സിലാകും എന്ന് ചോദിച്ചാൽ, നിങ്ങൾ നോക്കിയേ, CH2 ഡബിൾ ബോണ്ട് CH2, ഇതിൻ്റെ ഈ കോമ്പൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് ഒരു N കാണാനായിട്ട് സാധിക്കും. N കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറേ ഉണ്ട് എന്നുള്ളതാണ്. എത്തീൻ എന്ന് പറയുന്നത് കുറേ ഉണ്ട്, ലാർജ് നമ്പർ ഓഫ് എത്തീൻ ഉണ്ട്. അപ്പം ഈ N കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോ അതേത് റിയാക്ഷനാണ്, പോളിമറൈസേഷനാണ്. ഈ റിയാക്ഷൻ എങ്ങനെ എഴുതാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഡബിൾ ബോണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, ഒരു ബോണ്ടിനെ ബ്രേക്ക് ചെയ്യണം. ഡബിൾ ബോണ്ടിൽ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ലെഫ്റ്റിലും റൈറ്റിലും നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ CH2 ഡബിൾ ബോണ്ട് CH2ൻ്റെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ബോണ്ട് ലെഫ്റ്റിലിട്ട് ഒരു ബോണ്ട് റൈറ്റിലിട്ടിട്ട് ആ ബോണ്ടിൻ്റെ മേലെ കൂടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് വരയ്ക്കുക. ആ ബോണ്ടിൻ്റെ മേലെ കൂടെ സ്ക്വയർ ബ്രാക്കറ്റ് വരച്ചിട്ട് റൈറ്റ് സൈഡിൽ താഴെ N ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ എത്തീൻ എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ കണ്ടാൽ അതിനർത്ഥം എന്താ, അത് കുറേ എത്തീനുകളുണ്ട്, 2ൽ കൂടുതൽ എത്തീനുകൾ ഇവിടെ പ്രസൻ്റ് ആണ്. മനസ്സിലായോ? അപ്പോൾ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ശരിക്കും ഈ എത്തീൻ എന്ന് പറയുന്നത്. ആദ്യം എഴുതാം, അതിൻ്റെ ഫ്രണ്ടിൽ പോളി എന്ന് എഴുതാം. പോളി എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ പോളി എന്ന് പറയും അല്ലേ, പോളി എത്തീൻ എന്നാണ് ഇതിനെ പറയുക. ഓക്കെ, നമ്മൾ ചുരുക്കി നമ്മൾ പറയും പൊളിത്തീൻ എന്ന് പറയാറുണ്ട്. ഓക്കെ, എന്താണ് പൊളിത്തീൻ എന്ന് പറയാറുണ്ട്. ഇനി ഇവിടെ നോക്ക്, ഇത് വിനൈൽ ക്ലോറൈഡ് ആണ്. NCH2 ഡബിൾ ബോണ്ട് CH, ഇവിടെ ഒരു ക്ലോറിൻ്റെ ബ്രാഞ്ച് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പോളിമർ എഴുതുമ്പോൾ എങ്ങനെ എഴുതണ്ടേ, ഈ ഡബിൾ ബോണ്ടിൽ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ ലെഫ്റ്റിലും ഇതിൻ്റെ റൈറ്റിലും നമ്മൾ എന്ത് ചെയ്യുക, ബോണ്ട് ഇടുക. ലെഫ്റ്റിലും റൈറ്റിലും ബോണ്ട് ഇട്ടിട്ട് ആ ബോണ്ടിൻ്റെ മേലെ കൂടെ സ്ക്വയർ ബ്രാക്കറ്റ് വരക്കുക. എന്നിട്ട് റൈറ്റ് സൈഡിൽ തൊട്ട് താഴെ N എന്ന് എഴുതാം. അപ്പോൾ വിനൈൽ ക്ലോറൈഡ് അല്ലേ, ഈ വിനൈൽ ക്ലോറൈഡ് ഞാൻ ഇവിടെ എഴുതി, അതിൻ്റെ മുന്നിൽ പോളി എന്ന് എഴുതി. ഓക്കെ, PVC എന്ന് പറയാറില്ല നമ്മൾ, പോളിവിനൈൽ ക്ലോറൈഡിൻ്റെ ചുരുക്ക പേരാണ് PVC. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നോക്കിയേ, CF2 ഡബിൾ ബോണ്ട് CF2, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ N ഉണ്ട് അല്ലേ, ഇതിൻ്റെ പേരാണ് ടെട്രാ ഫ്ലോറോ എത്തീൻ. ഓക്കെ, ഇവിടെ 2 ബോണ്ട് ഉണ്ട്, ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, ലെഫ്റ്റിലും റൈറ്റിലും എന്ത് ചെയ്യുന്നു, ബോണ്ട് വരയ്ക്കുന്നു, അതിൻ്റെ മേലെ കൂടെ സ്ക്വയർ ബ്രാക്കറ്റ് വരയ്ക്കുന്നു, റൈറ്റ് സൈഡിൽ തൊട്ട് താഴെ N എന്ന് എഴുതുന്നു. ഇതിൻ്റെ പേരാണ് ടെഫ്ലോൺ. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ടെഫ്ലോൺ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ പോളിമറൈസേഷൻ റിയാക്ഷൻ കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂലേ ഇതേത് റിയാക്ഷൻ ആണെന്ന്. ഓക്കെ, അപ്പോൾ അടുത്തത് നോക്കാം കേട്ടോ. അടുത്ത 2 റിയാക്ഷനാണ് കമ്പഷൻ ഓഫ് ഹൈഡ്രോകാർബൺ. വളരെ സിമ്പിളാണ്. നമുക്കറിയാം, ഒരു വസ്തു കത്തണമെങ്കിൽ അവിടെ എന്താവശ്യമാണ്, ഓക്സിജൻ ആവശ്യമാണ്. ഇവിടെ ഹൈഡ്രോകാർബൺ കത്തുമ്പോൾ എന്തെല്ലാം പ്രൊഡക്റ്റുകൾ ഉണ്ടാകുന്നു എന്നാണ് ചോദ്യം. ഇപ്പോൾ ഹൈഡ്രോകാർബൺ CH4, ഇതെന്താ CH4 എന്ന് പറഞ്ഞാൽ, മീതെയിൻ. CH4 എന്ന് പറഞ്ഞാൽ മീതെയിൻ ഓക്സിജൻ്റെ പ്രസൻസിൽ കത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ്, കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ തന്നെ H2O, ഹീറ്റ്. ഈ പറയുന്ന സംഭവങ്ങളാണ് നമുക്ക് പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നത്. ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ നമുക്ക് ഹൈഡ്രോകാർബണിൻ്റെ കമ്പസ്റ്റനിൽ നമുക്ക് പഠിക്കാനുള്ളൂ. അടുത്തതാണ് തെർമൽ ക്രാക്കിംഗ്. തെർമൽ ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ, ക്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്, അത് വിഘടിപ്പിക്കൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ, ക്രാക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ നോക്കിയാൽ CH3 CH2 CH3, ഇതിൻ്റെ പേരെന്താ, പ്രൊപ്പെയിൻ എന്നാണ്. എന്താണ്, പ്രൊപ്പെയിൻ. ഈ പ്രൊപ്പെയിനെ നമ്മൾ എന്ത് ചെയ്യണം, ഹീറ്റ് ചെയ്യുകയാണ്. എങ്ങനെ ഹീറ്റ് ചെയ്യേണ്ടത്, ആബ്സെൻസ് ഓഫ് എയറിൽ നമ്മൾ എന്ത് ചെയ്യുക, ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്യുമ്പോൾ ഈ പ്രൊപ്പെയിൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി, എത്തീനും മീതെയിനുമായിട്ട് വിഘടിച്ചു. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടുത്തെ മോളിക്കുലർ മാസ് ശരിക്കും എന്തായിരിക്കും, ഹൈ ആയിരിക്കും. ഇവിടുത്തെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. ഈ 2 പ്രൊഡക്റ്റിൻ്റെയും മോളിക്കുലർ മാസ് എന്താണ്, ഈ വിഘടിക്കുമ്പോൾ ശരിക്കും മോളിക്കുലർ മാസ് കുറഞ്ഞല്ലേ വരാം. അപ്പോൾ ഇതിൻ്റെ മോളിക്കുലർ മാസ് ഹൈ ആയിരുന്ന ഈ പ്രൊപ്പെയിന് വിഘടിച്ചിട്ട് മോളിക്കുലർ മാസ് കുറഞ്ഞിട്ടുള്ള 2 പ്രൊഡക്റ്റുകളായിട്ട് കിട്ടി. മനസ്സിലായ? അപ്പോൾ മോളിക്കുലർ മാസ് ഹൈ ആയിട്ടുള്ളത് എന്താണ്, ലോവർ മോളിക്കുലർ മാസ് ആയിട്ട് ഇങ്ങനെ വിഘടിക്കുന്ന ഈ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, തെർമൽ ക്രാക്കിംഗ്. ഇത് പഠിക്കാൻ എളുപ്പമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കാം, റിയാക്ഷന് മുന്നുള്ള ആളെയും നോക്കുക, റിയാക്ഷൻ കഴിഞ്ഞിട്ടുള്ള ആളെയും നോക്കുക. കണ്ടോ? അപ്പം ഇവിടെ പ്രൊപ്പെയിനാണ്, ഇവിടെ വന്നപ്പോൾ എന്താണ്, പ്രൊപ്പെയിന് താഴെയുള്ള ആൾക്കാരാണ് എത്ത്. കണ്ടോ? അതുപോലെ തന്നെ മെത്ത്. അങ്ങനെ വിഘടിച്ചല്ലേ, ഈ ടൈപ്പ് റിയാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, തെർമൽ ക്രാക്കിംഗ് എന്ന് വിളിക്കുന്നത് കേട്ടോ.
അപ്പം നമ്മൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചതനുസരിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിങ്ങൾക്ക് പറയാനായിട്ട് കിട്ടണം. എങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഈ ഞാൻ പഠിപ്പിച്ചെന്ന ഈ 5 ടോപ്പിക്ക് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു എന്നാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ CH3 സിംഗിൾ ബോണ്ട് CH3 + Cl2 അല്ലേ. ഇവിടെ Cl2 ആണ് റിയാക്ഷൻ നടത്തുന്നത്. Cl2 ആണ് ഇവരുമായിട്ട് റിയാക്ഷൻ നടക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ നോക്കാം Cl2 വരുന്നത് ക്ലോറിൻ വരുന്നത് എവിടെയാണ്? ഇതിനകത്ത് ക്ലോറിൻ വരുന്നുണ്ട് അല്ലേ. അപ്പം നോക്കിയേ, ഈ പറയുന്ന ആദ്യം CH3 ആയിരുന്നു. ആ CH3 ഇവിടെ തന്നെയുണ്ട്. ഇവിടെ CH3 ഇവിടെ വന്നപ്പോൾ എന്തായി? CH2 ഒരു ഹൈഡ്രജൻ എവിടേക്കോ പോയി. പകരം അവിടെ ആര് വന്നിട്ടുണ്ട്? ഇപ്പോൾ ഒരു ക്ലോറിൻ വന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ഹൈഡ്രജനാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ ഒരാൾ പോയി പകരം വേറൊരാൾ വരാമെന്ന് പറയുമ്പോൾ അത് ഏത് റിയാക്ഷനാണെന്ന് എല്ലാവർക്കും അറിയാം. ഏത് റിയാക്ഷനാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. ഏത് റിയാക്ഷനാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഒന്നാമത്തേന് മാച്ച് വരുന്നത് ഇതാണ് അല്ലേ. റിയാക്ഷൻ ചോദിക്കുമ്പോൾ പറയണം സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സോറി ഒന്നാമത്തത് കേട്ടോ. മനസ്സിലായ? തെറ്റിക്കോ? രണ്ടാമത്തെ നോക്കാം. C2H6O2. നമുക്കറിയാം ഓക്സിജനുമായിട്ട് റിയാക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്ത് റിയാക്ഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. ഏതാണ്? ഒരു വസ്തു കത്തണമെങ്കിൽ എന്താവശ്യമാണ്? ഓക്സിജൻ ആവശ്യമാണ്. അപ്പോൾ ഇത് എന്ത് റിയാക്ഷനാണ്? കമ്പസ്റ്റൻ ആണെന്നറിയാം. അതുമാത്രമല്ല ഇതിനകത്ത് കിട്ടുന്ന പ്രൊഡക്റ്റുകൾ നമുക്കറിയാം. കാർബൺ ഡൈ ഓക്സൈഡും H2 ആണെന്നറിയാം അല്ലേ. അപ്പോൾ രണ്ടിൻ്റെ ആൻസർ വരുന്നത് ഇത് രണ്ടിനും മാച്ചായിട്ട് വരുന്നതാണ്. പിന്നെ അത് ഇതേത് റിയാക്ഷനാണ്? കമ്പസ്റ്റൻ റിയാക്ഷനാണ്. 2. യെസ്. അടുത്തത് NCH2 ഡബിൾ ബോണ്ട് CH2. പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ. N കണ്ട എല്ലാവർക്കും അറിയണം. അതേത് റിയാക്ഷനാണ്? പോളിമറൈസേഷൻ ആണ്. പോളിമറൈസേഷൻ ആണെങ്കിൽ നമുക്കറിയാം ഈ ഡബിൾ ബോണ്ടിൽ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഇടുന്നു. ആ ബോണ്ടിൻ്റെ മേലെ കൂടെ നമ്മൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് റൈറ്റ് സൈഡിലായിരിക്കണം ഈ N എഴുതേണ്ടത് അല്ലേ. അപ്പം 3ന് മാച്ചായിട്ട് വരുന്നത് ഇത് മാച്ചാണ്. ഇതെന്ത് റിയാക്ഷനാണ്? പോളിമറൈസേഷൻ 3. ഇനി ഇത് നോക്കിയേ, CH3 സിംഗിൾ ബോണ്ട് CH2 CH3 അല്ലേ. ഇതെന്ന് പറയുന്നത് നമ്മൾക്ക് ഇവിടെ നോക്കാം. ഇവിടെ CH3 CH2 ഇവിടെ ഇതിനകത്ത് ഏതാണ് മാച്ച് എന്ന് നിങ്ങൾ നോക്കിയേ. CH2 ഡബിൾ ബോണ്ട് CH2 + CH4 ആയിട്ട് മാറി അല്ലേ. കാരണം എന്താ? നമുക്കറിയാം തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. തെർമൽ ക്രാക്കിങ്ങിൽ എങ്ങനെയാണ് വരുന്നത്? മോളിക്കുലർ മാസ് ഇതിന് കൂടുതലല്ലേ. മോളിക്കുലർ മാസ് നിങ്ങൾ ഇതിങ്ങനെ നോക്കിയാൽ മതി. ഇതിനകത്ത് എത്ര കാർബൺ ഉണ്ട്? 1 2 3 കാർബണും 3 കാർബൺ വരുന്നുണ്ട്. ഒരു എളുപ്പ വഴിയാണ് കേട്ടോ. 3 കാർബണും എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് നോക്കുക. 3 3 6 6 2 8 ഹൈഡ്രജൻ ഉണ്ട് അല്ലേ. ഇവിടെ വന്നപ്പോൾ നോക്കിയേ 2. ഇവിടെ കാർബൺ എത്ര ഉണ്ട്? 2 കാർബണും ഹൈഡ്രജൻ എത്ര ഉണ്ട്? 4. കുറഞ്ഞില്ലേ? ഇതിനേക്കാളും സ്പ്ലിറ്റായി ഇതിനേക്കാളും ചെറുതല്ല വന്നിരിക്കണം C2H4ഉം പിന്നെ വന്നിരിക്കണം CH4ഉം. അപ്പോൾ ഇത് സ്പ്ലിറ്റ് ആയിരിക്കല്ലേ. അപ്പോൾ എന്തായാലും സ്പ്ലിറ്റ് ആകുമ്പോൾ ഇതിൻ്റെ മോളിക്കുലർ മാസും ഇതിൻ്റെ മോളിക്കുലർ മാസം എന്താണ്? കുറവായിരിക്കും. അപ്പോൾ ഇതെന്താണ് നടന്നിരിക്കുന്നത്? ഇവിടെ തെർമൽ ക്രാക്കിംഗ് അല്ലേ നടന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് മാച്ചായിട്ട് വരുന്നത് 4. അപ്പോൾ ഇത് വരുന്നത് തെർമൽ ക്രാക്കിംഗ് ആണ്. പിന്നെ നമ്മൾ പഠിച്ചു അഡീഷൻ റിയാക്ഷൻ അല്ലേ. ഇവിടെ നോക്കിയേ, ട്രിപ്പിൾ ബോണ്ട് എന്നുള്ളത് എന്തായിട്ട് മാറും? ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് ഡബിൾ ബോണ്ട് ആവും. ഡബിൾ ബോണ്ട് ഉള്ളത് എന്തായിട്ട് മാറും? സിംഗിൾ ബോണ്ട് ആയിട്ട്. അങ്ങനെയല്ല നമ്മൾ പഠിച്ചത്. ഇപ്പോൾ ഈ പറയുന്ന കോമ്പൗണ്ട് ഹൈഡ്രജൻ മോളിക്കൂളുമായിട്ട് റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട് എന്നുള്ളത് എന്തായിട്ട് മാറാണ്? ഡബിൾ ബോണ്ട് ആയിട്ട് മാറുന്നുവെങ്കിൽ. അപ്പോൾ ഡബിൾ ബോണ്ട് ആയിട്ട് മാറുന്നുണ്ട് ഇവിടെ അല്ലേ. അപ്പോൾ ഇതെന്ത് റിയാക്ഷനാണ്? അഡീഷൻ റിയാക്ഷനാണ്. അപ്പോൾ അഞ്ചാമത്തേന് മാച്ച് ഇതാണ്. അപ്പോൾ ഇതേപോലത്തെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എടുത്തു തന്ന ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ക്ലാസ് ലൈക്ക് ചെയ്യുക. ചാനൽ നമുക്ക് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യും. പിന്നെ നിങ്ങളെ കമൻറ്റുകൾ, അതാണ് നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാൻ താല്പര്യം കൂടി വരാം. അപ്പോൾ നിങ്ങളെ കമൻറ്റുകൾ നിങ്ങൾ എന്തായാലും അതിനകത്ത് ടൈപ്പ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്.